പേപ്പർ വെച്ചെല്ലാം നമ്മൾ ഫ്ലവേഴ്സ് തയ്യാറാക്കാറുണ്ട് അല്ലേ? ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യവുമാണ്. ഇത്തവണ മുട്ടത്തോണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ പൂക്കൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് മുട്ടത്തോട്, ന്യൂസ് പേപ്പർ, കളർ പേപ്പർ, പശ, കത്രിക, പെയിന്റ് എന്നിവയാണ് നമുക്ക് ആവശ്യം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ഇത് ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് വലുതായിട്ടുള്ള സ്റ്റിക്ക് തയ്യാറാക്കണം. ഇത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി മുട്ടത്തോടുകൾ എടുക്കുക. 5 മുട്ടയുടെ തോടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് പേപ്പർ റോളുകൾ എടുക്കാം. 4 എണ്ണം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ പേപ്പർ റോളുകളുടെ പുറത്തായിട്ട് പശ തേച്ച് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതിയാകും. നന്നായി പശ തേച്ച ശേഷം ഇത് മുട്ടത്തോടിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു കോട്ട് കൂടെ ഇങ്ങനെ ചെയ്യണം. അതിനായിട്ട് മുട്ടത്തോടിൽ മുക്കിയെടുത്ത റോളുകൾ വീണ്ടും പശയിൽ റോൾ ചെയ്തെടുക്കുക. 4 റോളുകളും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും മുട്ടത്തോടിൽ മുക്കിയെടുക്കണം. ഇവിടെ 4 തയ്യാറായിട്ടുണ്ട്. ഇതിനി ഉണങ്ങാനായിട്ട് വിടണം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ചുവന്ന പെയിന്റ് അടിച്ചു കൊടുക്കാം. ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ വേണം കളർ ചെയ്യാനായിട്ട്. എല്ലാത്തിലും ഇങ്ങനെ കളർ ചെയ്യണം. കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങാനായിട്ട് വിടാം. അതിനുശേഷം ഇനി ഇതിന്റെ താഴത്തെ ഭാഗത്തായിട്ട് ഗ്രീൻ പെയിന്റ് അടിക്കാം. തണ്ടിന്റെ ഭാഗത്താണ് പച്ച നിറത്തിലുള്ള പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇലകൾ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പച്ച പേപ്പർ എടുക്കുക. അതിന്റെ അറ്റം ചെറുതായി മടക്കിയ ശേഷം കുറച്ച് നീളമുള്ള ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇവിടെ നീളം കുറഞ്ഞതും കൂടിയതുമായ ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ റോൾ എടുത്ത് അതിൽ ഈ ഇലകൾ ചെറുതായി ഒന്ന് ചുറ്റിയെടുക്കണം. അതിനുശേഷം ഇത് നിവർത്തിയെടുക്കാം. ഇപ്പൊ കുറച്ച് വളഞ്ഞ പോലെ ഇലകൾ കിട്ടും. അല്പം കൂടെ ഒറിജിനാലിറ്റി തോന്നാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ മടക്കിയെടുക്കുക. ഇവിടെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുട്ടത്തോട് കൊണ്ട് തയ്യാറാക്കിയ സ്റ്റിക്കിന്റെ താഴെ ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലായിട്ടാണ് ഇതുപോലെ ഇലകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാത്തിലും ഇതുപോലെ ഇലകൾ ഒട്ടിക്കണം. ഇവിടെ എല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മുട്ടത്തോട് ഉപയോഗിച്ച് എളുപ്പത്തിൽ പൂക്കൾ തയ്യാറാക്കിയത് കണ്ടില്ലേ? ഇത് നമുക്ക് ഒരു ഫ്ലവർ വേസിൽ ഇട്ട് വെക്കാം. മറ്റു ഫ്ലവേഴ്സിന്റെ കൂടെയും ഇത് വെക്കാം. മുട്ടത്തോടാണിതെന്ന് ആരും തന്നെ പറയില്ല. വളരെ ഭംഗിയായിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോ നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ വേസ്റ്റ് ആയിട്ട് വലിച്ചെറിയുന്ന മുട്ടത്തോട് ഇനി ഇതുപോലെ നമ്മുടെ വീട് അലങ്കരിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.